ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 7th സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ദശമഹാപാഠ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് ഏകാദശ. ഏകാദശ എന്ന് പറയുന്നത് 11. ഏകാദശ പാഠ. ഏകാദശ പാഠ. അതിൽ എന്തോ പേര്? ദ്വീപേഷു രമ്യ ദ്വീപോ അണ്ടമാന. ദ്വീപേഷു, ദ്വീപം എന്ന് പറഞ്ഞ ദ്വീപ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഐലൻഡ്. ഐലൻഡ് അറിഞ്ഞൂടെ? ഐലൻഡ് 4 വശവും വെള്ളം ചുറ്റി കിടക്കുന്ന അതാണ് ഐലൻഡ്. അതാണ് ദ്വീപ. അതിൽ ദ്വീപേഷു എന്ന് പറഞ്ഞാൽ ഏത് വിഭക്തിയാണ്? സപ്തമി ബഹുവചനം. ദ്വീപുകളിൽ, എമംഗ് ദി ഐലൻഡ്സ് എന്നുള്ള അർത്ഥത്തിൽ. രമ്യ, രമ്യ മനോഹര, നല്ലത്, നല്ലതായിട്ടുള്ളത്. എന്താണ് നല്ലതായിട്ടുള്ള? ദ്വീപോ, ദ്വീപോ അണ്ടമാന. ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ട്രാൻസ്ലേഷൻ എന്താണ്? അവിടെ ആ ഉണ്ട് എന്ന് കാണിക്കുന്നതിനാണ്. അപ്പോൾ ദീപ പ്ലസ് അണ്ടമാനമാണ് ദീപോണ്ടമാന. അപ്പോൾ ദ്വീപേഷു, ദ്വീപുകളിൽ രമ്യമായിട്ടുള്ള ദ്വീപാണ് അണ്ടമാന എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടമാന എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ പേരൊക്കെ, അതായത് കുറേ ദ്വീപുകളുണ്ടല്ലോ, അതിലൊരു പേരാണ് എന്താണ്? ആൻഡമാൻ. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് എന്ന് കേട്ടില്ലേ? അതാണ് അണ്ടമാന. അപ്പം ദ്വീപേഷു രമ്യ ദ്വീപോ അണ്ടമാന. ദ്വീപുകളിൽ രമ്യമായിട്ടുള്ള ദ്വീപാണ് അണ്ടമാന. ആൻഡമാൻ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, ആൻഡമാൻ. അതിനെക്കുറിച്ചാണ്. അപ്പോൾ ടെക്സ്റ്റ് നോക്കിക്കോളൂ. പേജ് നമ്പർ തുടക്കത്തിൽ അതിനെക്കുറിച്ച് പറയുന്നതാണ്. അത് കൂടുതലൊന്നും നോക്കണ്ട, ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. പേജ് നമ്പർ 115. അപ്പോൾ ഒരു ടീച്ചർ കുട്ടികളും അല്ലേ, ടീച്ചർ പറയുന്നു, ഛാത്രാഹ ഏതത് ചിത്രം പശ്യന്തു ഏതത് ആകർഷകം ഖലു. ഛാത്രാഹ, കുട്ടികളെ വിളിച്ച് പറയുകയാണ്. കുട്ടികൾ, ഛാത്രാഹ സ്റ്റുഡൻസ്. ഏതത് ചിത്രം, ഏതത് ദിസ് ചിത്രം, ദിസ് പിക്ചർ, ഏതത് ചിത്രം പശ്യന്തു കാണൂ, കാണൂ. അതേതാണ്? പശ്യന്തു, പശ്യതു, പശ്യതാം, പശ്യന്തു ഏതാണ്? ലോട്ടാണ്. കാണൂ, നോക്കിയാലും എന്നൊക്കെ പറയില്ലേ. ഏതത് ആകർഷകം ഖലു, ഏതത് ഇത് ആകർഷകം ഖലു, ആകർഷകമായി ആകുന്നില്ലേ, ആകർഷകമല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒരു വൺ ബോയ്, ആ ആചാര്യയെ, ശരി യെസ്, ആ ആചാര്യയെ ബഹു ആകർഷകം അസ്തി, ബഹു ആകർഷകം, നല്ലവണ്ണം ആകർഷിക്കുന്നതാണ്. അപ്പോൾ ടീച്ചർ അഗെയിൻ ചോദിക്കുന്നു, ഏതത് സ്ഥാനം കുത്ര അസ്തി, ഏതത് സ്ഥാനം, ഇതിൻ്റെ സ്ഥാനം, ഇത് ഏത് സ്ഥലത്താണ്? കുത്ര അസ്തി, ഭവന്തഃ ജാനന്തിക്കും, ഭവന്തഃ ജാനന്തി, നിങ്ങൾക്കറിയാമോ അത് എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഒരു ഗേൾ പറയുകയാണ്, നൈവ ആചാര്യയെ, നൈവ ന പ്ലസ് ഏവ, നൈവ ആചാര്യയെ അറിയില്ല. സാവധാനം പശ്യന്തു, സാവധാനം ശ്രദ്ധിച്ച് കേൾക്കൂ. എന്താണ്? പശ്യന്തു കാണൂ. ഏതത് സ്ഥാനം അസ്മാകം ദേശസ്യ കശ്ചന രമണീയ ദ്വീപ അസ്തി. ഏതത് സ്ഥാനം, ഈ സ്ഥാനം, ഇവിടെ കാണിക്കുന്ന ഈ സ്ഥാനം, അസ്മാകം ദേശസ്യ, അസ്മാകം മമ ആവയോഹോ, അസ്മാകം നമ്മുടെ, നമ്മളുടെ, ദേശസ്യ ദേശത്തിൻ്റെ ഷഷ്ടി, കശ്ചന രമണീയ ദ്വീപ അസ്തി. ഇത് ഒരു രമണീയ ദ്വീപാണ്. കശ്ചന ഒരു ദ്വീപ് ആകുന്നു, ഐലൻഡ് ആകുന്നു. ഏതസ്യ വിഷയെ, ഏതസ്യ ഷഷ്ടി ഏകവചനം, ഏതസ്യ ഇതിൻ്റെ വിഷയത്തിൽ കിഞ്ചിത് അദ്യ ജാനാമി, കിഞ്ചിത് കുറച്ച് നമുക്കിന്ന് ജാനാമി മനസ്സിലാക്കാം എന്ന് തുടങ്ങും. അത് അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് തുടങ്ങുന്നത്. ആൻഡമാൻ ഐലൻഡിനെ കുറിച്ചാണ് അധ്യാപിക പറയുകയാണ്. നെക്സ്റ്റ് പേജ് നമ്പർ 116. ഭാരതസ്യ മാനചിത്രേ അണ്ടമാന ദ്വീപസമൂഹം ദർശയന്തി. ഭാരതസ്യ മാനചിത്രേ, അതിൻ്റെ ഉണ്ടല്ലോ ഭാരതത്തിൻ്റെ ചിത്രം, ആ ചിത്രത്തിൽ അണ്ടമാന ദ്വീപസമൂഹം ദർശയന്തി. ദ്വീപസമൂഹം, അത് ഒരു ദ്വീപല്ല, ദ്വീപസമൂഹമാണ്. ഗ്രൂപ്പ് ഓഫ് ദ്വീപാണ്, ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ് ഈ ആൻഡമാൻ നിക്കോബാർ. ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹം, ആൻഡമാൻ നിക്കോബാറിൻ്റെ ആ ദ്വീപ് സമൂഹത്തെ കാണിക്കുന്നു. എവിടെ? ഭാരതസ്യ മാനചിത്രേ. ഏഷഃ ഭാരതസ്യ അഷ്ടസു കേന്ദ്രശാസ്ത്രാസിത പ്രദേശേഷു അന്യതമഃ അണ്ടമാന ദ്വീപസമൂഹः अस्ति.
ഏഷഹ. ഏഷഹ എന്ന് പറഞ്ഞാൽ എന്താ? ഏഷഹ ബാലകഃ. ഏഷഹ ബാല, ഇത് ഒരു ബാലൻ, ഇത് ബാലൻ. ഏഷഹ. അപ്പോൾ അത് പുല്ലിംഗമാണ്. ഏഷയാണെങ്കിലോ സ്ത്രീലിംഗം. ഏഷ ബാലിക. അപ്പോൾ ഇവിടെ ഏഷഹ ഭാരതസ്യ. ഏഷഹ കഹ. ഏതാണ് ഏഷഹ? ഇവിടെ അണ്ടമാനദ്വീപ്. ഭാരതസ്യ അഷ്ടസു കേന്ദ്രശാസിത പ്രദേശേഷു. കേന്ദ്രശാസിത പ്രദേശേഷു ഏത് വിഭക്തി? സപ്തമി ബഹുവചനമാണ്. പ്രദേശങ്ങളിൽ. എന്ത് പ്രദേശങ്ങളിൽ? കേന്ദ്രഭരണ പ്രദേശം. നിങ്ങൾ കേട്ടില്ലേ? കേന്ദ്രമാണ് അത് ഭരിക്കുന്നത്. അങ്ങനെയുള്ള പ്രദേശം. അത് എത്ര? അഷ്ടസു. 8 ഉള്ളതിൽ അതും എന്താണ്? സപ്തമി ബഹുവചനം. അങ്ങനെ 8 കേന്ദ്രഭരണ പ്രദേശമുണ്ട്. അതിൽ അന്യതമഃ എന്ന് പറഞ്ഞാൽ എന്താ? പ്രസിദ്ധ അണ്ടമാനദ്വീപ സമൂഹ അസ്തി. അതിൽ പ്രസിദ്ധമാണെന്ത്? അണ്ടമാനദ്വീപ സമൂഹം. ഒരു ദ്വീപല്ല, ദ്വീപസമൂഹ അസ്തി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏതസ്യ രാജധാനി. ഏതിൻ്റെ? ഈ അണ്ടമാന ദ്വീപസമൂഹസ്യ രാജധാനി, ക്യാപിറ്റൽ കേട്ടില്ലേ? രാജധാനി ശ്രീ വിജയപുരം അസ്തി. ഏതസ്യ രാജധാനി ശ്രീ വിജയപുരം അസ്തി എന്നാണ്. അപ്പോൾ അണ്ടമാന ദ്വീപസ്യ രാജധാനി കിമസ്തി? ഏതാണ് അണ്ടമാന ദ്വീപത്തിൻ്റെ ക്യാപിറ്റൽ? ഏതാ? ശ്രീ വിജയപുരം. പൂർവം എന്ന് പറഞ്ഞാൽ മുൻപ്. ആംഗലശാസനേന അസ്യ നാമ പോർട്ട് ബ്ലെയർ ഇതി ദത്തം ആസീത്. പൂർവം, പണ്ട്. ആംഗലശാസനേന തൃതീയ ഏകോദനം. ആംഗലഭരണം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാർ ഭരിച്ചില്ലേ, ബ്രിട്ടീഷുകാർ ഭരിച്ചില്ലേ. അപ്പോൾ ആ ഭരണസമയത്ത് അസ്യ നാമ, ആ സമയത്ത് അതിൻ്റെ പേര് എന്തായിരുന്നു? പോർട്ട് ബ്ലെയർ ആയിരുന്നു. ഇത് ദത്തം ആസീത്. ഇത് ദത്തം എന്ന് പറഞ്ഞാൽ ഇത് നൽകപ്പെട്ടിട്ടുള്ളതായിരുന്നു. ആസീത് പഠിച്ച കാര്യമല്ലേ? ലങ് ധാതുവാണ്. ആസീദാസ്തമാസൻ. അപ്പോൾ അസ്യ പൂർവം നാമ കിമാസീത്? പോർട്ട് ബ്ലെയർ. മനസ്സിലായി? അപ്പോൾ സർവേ ഉത്സാഹിതാഹ ബാലാഹ. എല്ലാവരും ഉത്സാഹത്തോടുകൂടിയ ബാലന്മാർ, കുട്ടികൾ എന്ത് പറയുന്നു? മഹോദയേ വയം ഏതസ്യ വിഷയെ കിഞ്ചിത് അധികം ജ്ഞാതുമിച്ഛാമഹ. വയം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും, കുട്ടികൾ എല്ലാവരും. വയം ഏതസ്യ വിഷയെ എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ വിഷയത്തിൽ? ഈ അണ്ടമാന ദ്വീപ സമൂഹസ്യ വിഷയെ കിഞ്ചിത് കുറച്ച്, കിഞ്ചിത് അധികം, കുറച്ചധികം, കുറച്ചധികം ജ്ഞാതുമിച്ഛാമഹ. തുമിൻ എന്നൊരു പ്രത്യയം ചേർത്ത് ഞാ ധാതുവിനോട് കൂടി തുമിൻ എന്ന പ്രത്യയം ചേർക്കുമ്പോഴാണ് ജ്ഞാതും, അറിയുവാൻ. ഇച്ഛാമഹ, ഇച്ഛതഃ ഇച്ഛന്തിയാണ്. അത് ലട്ടാണ്. അത് പ്രഥമ പുരുഷൻ. ഇത് പറഞ്ഞിരിക്കുന്ന ഇച്ഛാമഹ വയമായതുകൊണ്ട് ഉത്തമ പുരുഷൻ. ഇച്ഛാമി, ഇച്ഛാവഹ, ഇച്ഛാമഹ ഉത്തമ പുരുഷനാണ്. അപ്പോൾ അധ്യാപിക അസ്തു അതൊരു പ്രത്യേക ഇതാണ്. നിങ്ങളത് പഠിച്ചിട്ടില്ല. അസ്തു എന്നുള്ളത് അസുധാതുഹു ലോട്ടാണ്. ലോട്ടിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആരെങ്കിലും ഉപദേശിക്കുന്ന രീതിയിൽ പറയുക, അല്ലെങ്കിൽ ആശീർവദിക്കുക, അല്ലെങ്കിൽ അനുവാദം കൊടുക്കുക. അങ്ങനെ ചെയ്തോളൂ എന്ന് അനുവാദം കൊടുക്കുക. പിന്നെ പ്രാർത്ഥനാ രീതിയിൽ പറയുക. ഇങ്ങനെയൊക്കെ ഉള്ളതിനാണ് എന്ത്? ലോട്ട് പ്രയോഗിക്കുന്നത്. അപ്പോൾ ഈ അസുധാതുവിൻ്റെ ലോട്ട് എങ്ങനെയൊക്കെ വരും? അസുധാതുവിൻ്റെ ലോട്ട് ആദ്യം പ്രഥമ പുരുഷൻ. പുതിയതായതുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്. പ്രഥമ പുരുഷൻ വരുന്നത് അസ്തു സ്താം സന്തു. ഇനി അടുത്ത മധ്യമ പുരുഷനാണെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഏധി സ്തം
ഏതി സ്തം, ഇവിടെ സ്താം, ഇവിടെ സ്തം, സ്തം പിന്നെ സ്ത. ഇനി അടുത്ത ഇത് ഉത്തമ പുരുഷൻ, മധ്യപുരുഷൻ. ഇനി ഉത്തമ പുരുഷൻ. ഉത്തമ പുരുഷൻ അസാനി, 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 അസാവ, അസാവ, അസാമ, അസാമ. നേരത്തെ നമ്മൾ ലട്ട് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് അസുധാതുവിൻ്റെ ലട്ട് എങ്ങനെയാണ് പറഞ്ഞത്? അസ്ഥിസ്തഹ. ഇവിടെ വരുമ്പോൾ നോക്കൂ, ഇവിടെ അസ്തുവാണ്, മറ്റേത് ഇവിടെ അസ്തു സ്ഥാം സന്തു, മറ്റേത് അസ്ഥി സ്തഹ സന്തി അല്ലേ? മധ്യപുരുഷൻ നോക്കുമ്പോഴത്തേക്ക് അസി സ്തഹ സ്ത. ഉത്തമപുരുഷൻ അസ്മി സ്വഹ സ്മഹ ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ലോട്ട് വന്നപ്പോൾ അസ്തു സ്താം സന്തു ഏധി സ്തം സ്ഥ അസാനി അസാവ അസാമ, ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്തോന്നാണ്? അസ്തു ഭോ, അസ്തു. അസ്തു എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ അസ്തു, അങ്ങനെ ആയിരിക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ. ഭോ സൂര്യാംശ, ഒരു കുട്ടിയുടെ പേരാണ് സൂര്യാംശ. ഭോ സൂര്യാംശ. ഇപ്പം സൂര്യാംശ ഭവാൻ കിമപി വക്തും ഇച്ഛതി. ഒരു പരിഹാസ രീതിയിൽ പറയുകയാണ്. ഭവാനായിട്ട് പറയുകയാണ്, താങ്കൾ എന്നുള്ള അർത്ഥത്തിൽ. അപ്പം നിങ്ങൾ എന്ന് വേണം പറയാം. നിങ്ങൾ കിമപി വക്തും ഇച്ഛതി. കിമപി, കിം പ്ലസ് അപിയാണ്. കിമപി, കിം പ്ലസ് അപി, കിമപി, കിം പ്ലസ് അപി, എന്തെങ്കിലും എന്നുള്ള അർത്ഥത്തിൽ. കിമപി വക്തും, വക്തും വക്ത തുമിനങ്ങ് പ്രത്യേകിച്ച് നേരത്തെ ഒരെണ്ണം വന്നു. തുമിനെന്ന് പ്രത്യേകം വരികയാണ് വക്തും, പറയുവാൻ. കിമപി വക്തും ഇച്ഛതി, വക്തും ഇച്ഛതി, ആഗ്രഹിക്കുന്നു, എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് പ്രതിഭാതി. പ്രതിഭാതി എന്ന് പറഞ്ഞാൽ നിന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു എന്നാണ്. അങ്ങനെ തോന്നുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ തോന്നുന്നു എന്നാണ്. എങ്ങനെ തോന്നുന്നു എന്നാണ്? എന്തോ പറയാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള അതായത് എനിക്ക് തോന്നുന്നു എന്ന് അധ്യാപിക പറയുകയാണ്. സൂര്യാംശ സത്യം മഹോദയേ, സത്യമാണ്, സത്യം. ഹ്യഹ ഭവതി ഏതസ്യ പാഠസ്യ വിഷയെ സങ്കേതം ദത്തവതി. ഹ്യഹ, ഹ്യഹ എന്ന് പറഞ്ഞാൽ എന്താ? ഹ്യഹ യെസ്റ്റർഡേ. അപ്പം നാളേക്ക് ടുമോറോയ്ക്ക് എന്ത് പറയും? ശ്വഹ. ഹ്യഹ ശ്വഹ. ഇവിടെ ഹ്യഹ യെസ്റ്റർഡേ ഭവതി ഏതസ്യ പാഠസ്യ. ഭവതി, ഭവതി താങ്കൾ, അധ്യാപികയെ പറയല്ലേ, അധ്യാപിക. ഭവതി ഏതസ്യ വിഷയെ. ഏതസ്യ എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിൻ്റെ? ഇതിനെക്കുറിച്ചുള്ള, ഈ പാഠത്തെക്കുറിച്ചുള്ള വിഷയം. ഏതസ്യ വിഷയെ എന്ത് ചെയ്തു? ഏതസ്യ എന്ന് ഏത് ഷഷ്ടി ഏകവചനമാണ്. ഏതസ്യ, ഏഷഹ ഏതൗ ഏതയാണ് അതിൻ്റെ പ്രഥമ. ഏതസ്യ ഏതയോഹോ ഏതേഷാം എന്നാണ് എന്ത്? ഷഷ്ടി. ഇതിൻ്റെ ഏതസ്യ പാഠസ്യ, ഈ പാഠത്തിൻ്റെ, പാഠസ്യ എന്താണ്? ഷഷ്ടി ഏകവചനം. വിഷയെ, ഈ പാഠത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് സങ്കേതം ദത്തവതി. സങ്കേതം എന്താണ്? ഹിൻഡ് ഹിൻഡ്, സൂചന. ഈ പാഠത്തിൻ്റെ വിഷയത്തെക്കുറിച്ചൊരു ഹിൻഡ് തന്നിരുന്നു. ദത്തവതി, തന്നിരുന്നു. പാസ്റ്റ് ടെൻസ് ആണത്. തഥാ അഹം ഗൃഹം ഗത്വാ ജാലഗുഡേ ഏതസ്യ അന്വേഷണം അകരവം. തഥാ ദെൻ അഹം ഗൃഹം ഗത്വാ. അഹം എന്ന് പറഞ്ഞാൽ ആരാണ്? സൂര്യാംശ. ഗൃഹം ഗത്വാ, ഗത്വാ എന്ന് പറഞ്ഞാൽ എന്താ? ഗമ ധാതുവിനോട് ത്വാ എന്ന പ്രത്യയം ചേർത്തു. നിങ്ങൾ പഠിച്ചതാണെന്ന് തോന്നുന്നു. ഗമ ധാതുവിനോടുകൂടി ഗമ പ്ലസ് ത്വാ, ത്വാ എന്ന പ്രത്യയം ചേർക്കുമ്പോൾ എന്ത് വന്നു? ഗത്വാ, ഗത്വാ എന്നായി. ഗത്വാ എവിടെ പോയിട്ട്? അഹം ഗൃഹം ഗത്വ. അപ്പോൾ സൂര്യാംശ ഗൃഹം ഗത്വ ജാലപുടേ. ജാലപുട എന്താണ്? ജാലപുടത്തിൽ എന്ന് പറഞ്ഞാൽ ഇൻ ദ വെബ്സൈറ്റ്. വെബ്സൈറ്റിൽ സപ്തമി ഏകവചനമാണ്. ഇൻ ദ വെബ്സൈറ്റ്. ജാലപുടേ ഏതസ്യ അന്വേഷണം. ഇതിൻ്റെ, അതും എന്താ? ഷഷ്ടി. ഏതസ്യ അന്വേഷണം അകരവം. അകരവം, അകരവം എന്ന് പറഞ്ഞാൽ കൃധാതുവിൻ്റെ ലങ്ങാണ് അകരവം. എന്ന് ഉത്തമ പുരുഷൻ ഏകവചനമാണ്. അകരവം, അകരവം. അകരവാവ, കരവാവ, അകരമാവ.
കരമാവാമ. അപ്പം ഏതസ്യ തഥാ ഗൃഹം ഗത്വ ജാലകുടെ ഏതസ്യ അന്വേഷണം അകരവം, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു പാസ്റ്റ് ടെൻസ് അല്ലേ, ലങ്ങല്ലേ അത്. അധ്യാപിക സമീചീനം സൂര്യാംശ, സമീചീനം എന്ന് പറഞ്ഞാൽ നന്നായി, അങ്ങനെ ചെയ്തത് നന്നായി എന്നാണ്. സമീചീനം സൂര്യാംശ ഭവാൻ കിം അന്വിഷ്ടവാൻ തത്ര, ഭവാൻ നിങ്ങൾ തത്ര കിം അന്വേഷിക്കുവാൻ, എന്ത് അന്വേഷിച്ചു, എന്താണ് അന്വേഷിച്ച് കിട്ടിയത്? അത് കഴിഞ്ഞ അപ്പോൾ ഇതിപ്പം ഇത്രയുടെ മുഴുവനൊന്നും ഒന്നിച്ചെടുത്ത് നിങ്ങൾക്ക് പ്രയാസമായിരിക്കും മനസ്സിലാക്കാൻ. കാരണം ഗ്രാമർ അതൊക്കെ ഞങ്ങൾ നല്ലോണം പഠിക്കുക. ഈ ലങ്ങാണ് ഇതിനകത്ത് കൂടുതലും വരുന്നത്. ആ ലങ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, അതിൻ്റെ രൂപങ്ങൾ ഏതൊക്കെയാണെന്നെല്ലാം മനസ്സിലാക്കിയിരിക്കണം. അപ്പം പിന്നെ അണ്ടമാന ദ്വീപസ്യ രാജധാനി കിമസ്തി, എന്തായിരുന്നു അണ്ടമാന ദ്വീപസമൂഹത്തിൻ്റെ ക്യാപിറ്റൽ? ശ്രീ വിജയപുരം. ആദ്യം എന്തുമായിരുന്നു? പോർട്ട് ബ്ലെയർ അല്ലേ? എപ്പോഴായിരുന്നു ആ പോർട്ട് ബ്ലെയർ എന്നുള്ളത് വന്നത്? ആംഗല ശാസനേന അസ്യ നാമ പോർട്ട് ബ്ലെയർ എഴുതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.